2018 കേരളത്തിലെ വലിയ വെള്ളപ്പൊക്കം ഓർമ്മയുണ്ടോ? ബൈബിളിൽ ഇതിലും വലിയ ഒരു ഫ്ലഡ് സ്റ്റോറിയുണ്ട്. ചെറിയൊരു ഗ്രാമമല്ല, മുഴുവൻ ഭൂമിയും വെള്ളത്തിനടിയിലായ സംഭവം. പണ്ട് പണ്ട്, കുറേ പണ്ട്, ഭൂമിയിലെ ആളുകൾ വളരെ നോട്ടിയായി മാറിയ കാലം. അവർ റോങ് തിങ്സ് ചെയ്തു, തമ്മിൽ വഴക്കിട്ടു, ഗോഡിനെ മറന്നു ജീവിച്ചു. ഇത് കണ്ടപ്പോൾ ഗോഡ് വെരി സാഡായി. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് ഗോഡ് തീരുമാനിച്ചു. പക്ഷേ എല്ലാവരും നോട്ടിയായിരുന്നില്ല. ഒരു ഗുഡ് മാൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് നോഹ എന്നായിരുന്നു. ഗോഡ് നോഹയോട് പറഞ്ഞു, നോഹ, നീ ഒരു വലിയ ആർക്കുണ്ടാക്കണം. ചെറിയ ബോട്ടല്ല, ഹ്യൂജ് ഷിപ്പ്, 3 ഫ്ലോർസ് ഉള്ളത്. നിന്റെ ഫാമിലിയെയും എല്ലാ അനിമൽസിൻ്റെയും ഓരോ പേരിനെ കൂടി അകത്ത് കൊണ്ടുവരണം. പീപ്പിൾ നോഹയെ കണ്ട് ചിരിച്ചു. ഇവിടെ കടലില്ല, എന്തിനാ ഷിപ്പ് എന്ന് ചോദിച്ചു. പക്ഷേ നോഹ സ്റ്റോപ്ഡ് ഇല്ല. He trusted God. ആർക്ക് റെഡിയായി. പിന്നെ എന്ത് സീൻ ആയിരുന്നെന്ന് അറിയാമോ? എലിഫന്റ്, ലയണ്, മങ്കി, ഷീപ്പ്, ബേഡ്സ് എല്ലാം 2 by 2 ആയി ആർക്കിലേക്ക് നടന്നു കയറി. എന്താ ക്യൂട്ട് സീൻ അല്ലേ? നോഹന്റെ ഫാമിലിയെയും അകത്ത് കയറി. ഗോഡ് തന്നെ ഡോർ അടച്ചു. അപ്പോൾ മഴ തുടങ്ങി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 14 days and 14 nights നോൺ സ്റ്റോപ്പ് മഴ. ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം പൊട്ടി ഉയർന്നു. ആകാശത്ത് നിന്ന് മഴ പെയ്തു. സ്ലോലി എല്ലാം മുങ്ങിപ്പോയി. വീടുകൾ, മരങ്ങൾ, മലകൾ പോലും ഫുൾ വാട്ടർ മാത്രം, വാട്ടറോട് വാട്ടർ. പക്ഷേ ആൾക്ക് വെള്ളത്തിന്മേൽ സേഫ്ലി ഒഴുകി. ഗോഡ് നോഹയെയും ഫാമിലിയെയും അനിമൽസിനെയും കാത്തു പരിപാലിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഴ നിന്നു. വെള്ളം കുറയാൻ തുടങ്ങി. ഒരു ദിവസം നോഹ ഒരു ഡവ് പുറത്തേക്ക് അയച്ചു. അതൊരു ഒലിവ് ലീഫ് കൊണ്ടുവന്നു. അതായത് ഭൂമി ഉണങ്ങിത്തുടങ്ങി എന്നർത്ഥം. അവസാനം എല്ലാവരും ആർക്കിൽ നിന്ന് പുറത്തു വന്നു. നോഹ ആദ്യം എന്ത് ചെയ്തെന്ന് അറിയോ ഗൈസ്? He said thank you to God. ഒരു ഓൾട്ടർ പണിത് താങ്ക്സ് ഗിവിംഗ് സാക്രിഫൈസ് അർപ്പിച്ചു. ഗോഡ് ഹാപ്പിയായി. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ പ്രോമിസ് കൊടുത്തു. ഇനി ഞാൻ ഇങ്ങനെ ഭൂമിയെ മുഴുവൻ ഫ്ലഡ് കൊണ്ട് നശിപ്പിക്കില്ല. ആ പ്രോമിസിന്റെ സൈനായി ആകാശത്ത് ഒരു റെയിൻബോ തെളിഞ്ഞു. റെയിൻബോ കണ്ടാൽ നമ്മൾ ഓർക്കണം, ഗോഡ് കീപ്സ് ഹിസ് പ്രോമിസസ്. അതുകൊണ്ട് ഗായ്സ്, എല്ലാവരും നോട്ടി ആയാലും നമ്മൾ ഗുഡ് ആയിരിക്കണം. ഗോഡിനെ ട്രസ്റ്റ് ചെയ്യണം. പ്രകൃതിയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും വെള്ളപ്പൊക്കവും സ്റ്റോമും ഒക്കെ കഴിഞ്ഞാലും വലിയ പ്രതീക്ഷയോടെ ഹോപ്പിന്റെ റെയിൻബോ വരും എന്നത് ഒരിക്കലും